Welcome all. In this section we are going to discuss the additivity theorem and two corollaries and one more theorem. Okay. First we will see the additivity theorem. The statement is, let f from closed interval AB to R and C is an element of open interval AB, then f is an element of RAB if and only if its restrictions to closed interval AC and closed interval CB are both Riemann integrable. In this case, integral a to b f is equal to integral a to c f plus integral c to b f. Okay. So theorem പറയുന്നത് എഫ് ഒരു ഫംഗ്ഷനാണ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് ആറിലേക്ക്, സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഓപ്പൺ ഇന്റർവൽ എ ബിയിലുള്ളൊരു പോയിൻ്റാണ് സി. അങ്ങനെയാണെങ്കിൽ എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ഓവർ എ ബി ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ട് പറയുന്നൊരു കണ്ടീഷനാണ് ക്ലോസ്ഡ് ഇന്റർവൽ എ സിയിലേക്കും അതുപോലെ ക്ലോസ്ഡ് ഇന്റർവൽ സി ബിയിലേക്കും നമ്മൾ ഈ ഫംഗ്ഷനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻസ് രണ്ടും റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ദിസ് കേസ് നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി എഫിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ എ ടു സി എഫ് പ്ലസ് ഇൻ്റഗ്രൽ സി ടു ബി എഫ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ വി വിൽ സീ ദ പ്രൂഫ്. ഫസ്റ്റ് വി വിൽ സപ്പോസ് ദാറ്റ് എഫ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ എ ബി, അതായത് എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ റെസ്ട്രിക്ഷൻസ് എ സിയിലേക്കും സി ബിയിലേക്കും കൺസിഡർ ചെയ്താൽ അവരും റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് സപ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കോഷി ക്രൈറ്റീരിയൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഈറ്റ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻസ് പി ഡോട്ട് ആൻഡ് ക്യൂ ഡോട്ട് ഓഫ് എ ബി വിത്ത് നോംസ് ലെസ് ദാൻ ഈറ്റ എപ്സിലോൺ we can write modulus of s of p dot minus s of q dot is less than epsilon. Let it be equation number 1. ഇനി ക്ലോസ്ഡ് ഇന്റർവൽ എ സിയിലേക്കുള്ള എഫിൻ്റെ റെസ്ട്രിക്ഷനെ നമ്മൾ F1 എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ക്ലോസ്ഡ് ഇന്റർവൽ എ സിയുടെ രണ്ട് ടാഗ്ഡ് പാർട്ടീഷൻസ് P1 ഡോട്ടും Q1 ഡോട്ടും കൺസിഡർ ചെയ്യാണ് വിത്ത് നോംസ് ലെസ് ദാൻ ഈറ്റ എപ്സിലോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ എ സിയുടെ രണ്ട് ടാഗ്ഡ് പാർട്ടീഷൻസ് ആണ്. ഇവരെ നമുക്ക് നോംസ് ലെസ് ദാൻ ഈറ്റ എപ്സിലോൺ ആയിക്കൊണ്ട് തന്നെ ഇവരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ രണ്ട് പാർട്ടീഷൻസ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് P1 ഡോട്ടിൽ എക്സ്ട്രാ കുറച്ച് പോയിൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലേക്ക്. അത് പാർട്ടീഷനായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ എ സിയിലാണ് P1 ഡോട്ട് ഉള്ളത്, അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ സി ബിയിലേക്കും കൂടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ P1 ഡോട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പി ഡോട്ടിനെ ഉണ്ടാക്കുന്നു, അതുപോലെ Q1 ഡോട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ക്യൂ ഡോട്ടിനെയും ഉണ്ടാക്കുന്നു. പി ഡോട്ടും ക്യൂ ഡോട്ടും ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ടാഗ്ഡ് പാർട്ടീഷൻസ് ആണ് വിത്ത് നോം ലെസ് ദാൻ ഈറ്റ എപ്സിലോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരുടെ രണ്ട് പേരുടെയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത പോർഷനിൽ ഉള്ള രണ്ട് പേരുടെയും അഡീഷണൽ പോയിൻറ്റ്സ് ആയിട്ട് സെയിം ആയിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. അതുപോലെ ടാഗുകളും സെയിം ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ക്ലിയർലി സീ ദാറ്റ് എസ് എഫ് വൺ പി വൺ ഡോട്ട് മൈനസ് എസ് എഫ് വൺ ക്യൂ വൺ ഡോട്ട് ഈസ് ഈക്വൽ ടു എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട്. ഓക്കെ, അതായത് P1 ഡോട്ടിൻ്റെ എക്സ്റ്റൻഷനാണ് പി ഡോട്ട്, Q1 ഡോട്ടിൻ്റെ എക്സ്റ്റൻഷനാണ് ക്യൂ ഡോട്ട്. അപ്പോൾ ഈ രണ്ട് റീമാൻ സംസിൻ്റെ ഡിഫറൻസ്, അതായത് എസ് എഫ് P1 ഡോട്ട് മൈനസ് എസ് എഫ് വൺ Q1 ഡോട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ഇന്റർവൽ എ സിയിൽ ഇവർ തന്നെയാണ് പി ഡോട്ടും ക്യൂ ഡോട്ടും. ഓക്കെ, ഇനി ബാക്കിയുള്ള ഭാഗത്താണെങ്കിൽ ഇവരുടെ രണ്ട് പേരുടെയും പാർട്ടീഷൻ പോയിൻറ്റ്സും അതുപോലെ ടാഗുകളും സെയിം ആയിട്ട് എടുത്തത് കൊണ്ട് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 0 ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇൻ ടോട്ടൽ ഇത് രണ്ടും സെയിം ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എസ് എഫ് വൺ പി വൺ ഡോട്ട് മൈനസ് എസ് എഫ് വൺ ക്യൂ വൺ ഡോട്ട് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് എന്ന് കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 1. ബിക്കോസ് പി ഡോട്ടിൻ്റെയും ക്യൂ ഡോട്ടിൻ്റെയും നോമ് ലെസ് ദാൻ ഈറ്റ എപ്സിലോൺ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻ 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ക്ലിയർലി ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫോർ എവറി എപ്സിലോൺ ദർ ഇസ് എൻ ഈറ്റ എപ്സിലോൺ സച്ച് ദാറ്റ് ആൻഡ് ഫോർ എനി tagged partitions P1 dot and Q1 dot of closed interval AC, we get modulus of S F1 P1 dot minus S F1 Q1 dot is less than epsilon, means F1 is an element of RAC, that is F1 എന്ന് പറയുന്നത് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് ഓവർ എ സി. ഇതേപോലെ തന്നെ നമുക്ക് F2ൻ്റെ കാര്യത്തിലും പറയാനായിട്ട് പറ്റും. സോ ഈ രണ്ട് റെസ്ട്രിക്ഷൻസും
റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് എന്നാണ് ഇപ്പോൾ നമ്മൾ ഷോ ചെയ്തത്. ഓക്കെ, ദിസ് ഈസ് ദ നെസസറി പാർട്ട് ഓഫ് ദ പ്രൂഫ്. Conversely, suppose that these restrictions f1 and f2 are Riemann integrable. Okay, that is f1 element of REC ആണ് with integral a to c f1 equal to L1 and f2 element of RCB with integral c to b f2 is equal to L2. ഓക്കെ, അപ്പോൾ അതായത് f1 റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് വിത്ത് ഇൻറ്റഗ്രൽ വാല്യൂ L1 ആൻഡ് f2 റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് വിത്ത് ഇൻറ്റഗ്രൽ വാല്യൂ L2. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ വി ക്യാൻ ഫൈൻഡ് Δ1 Δ2 such that modulus of S f1 p1 dot minus L1 is less than epsilon by 3 for all partitions p1 dot of AC with the norm less than Δ1 and modulus of S f2 p2 dot minus L2 is less than epsilon by 3 for all partitions p2 dot of CB with norm less than Δ2. Okay, this let it be equation number 2. ഇനി നമ്മുടെ കയ്യിൽ f1 ആൻഡ് f2 റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ ബൗണ്ടഡ്നെസ് പ്രോപ്പർട്ടി ദേ ആർ ബൗണ്ടഡ് ഫങ്ഷൻസ് ആൻഡ് സോ എഫ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഫംഗ്ഷനാണ്. ഓക്കെ, f1ഉം f2ഉം ബൗണ്ടഡ് ആണെങ്കിൽ അവർ യുണൈറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എഫിന് കിട്ടുന്നത്. അപ്പോൾ എഫും ബൗണ്ടഡ് ഫംഗ്ഷനാണ്. ആൻഡ് സോ വി ക്യാൻ റൈറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ ബി. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. Now choose delta is equal to minimum of Δ1, Δ2 and epsilon by 6m. ഓക്കെ, നമ്മൾ ചൂസ് ചെയ്ത എപ്സിലോൺ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എം ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച Δ1ഉം Δ2 ഉണ്ട്. ഇപ്പോൾ ഇവരുടെയൊക്കെ അതായത് Δ1 Δ2 എപ്സിലോൺ ബൈ 6m ഇവരുടെ മിനിമം ആയിട്ട് നമ്മൾ ഡെൽറ്റ ചൂസ് ചെയ്തു. എന്നിട്ട് നോം ലെസ് ദാൻ ഡെൽറ്റ വരുന്ന ഒരു ടാഗ്ഡ് പാർട്ടീഷൻ ക്യൂ ഡോട്ട് ക്ലോസ് ലെവൽ എ ബിയുടെ കൺസിഡർ ചെയ്തു. ഓക്കെ, let q dot be any tagged partition of closed interval AB with norm less than delta. ഇനി നമ്മൾ രണ്ട് കേസായിട്ടാണ് ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സി എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ എബിലത്തെ ഒരു പോയിൻ്റാണ് നമുക്കറിയാം. അപ്പോൾ അത് ക്യൂ ഡോട്ടിൻ്റെ ഒരു പാർട്ടീഷൻ പോയിൻ്റ് ആകാം, അല്ലാതിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് കേസസ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ സി എന്ന് പറയുന്നത് പാർട്ടീഷൻ പോയിൻ്റ് ഓഫ് ക്യൂ ഡോട്ട് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ ഡോട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇൻ്റർവൽ എബിയുടെ പാർട്ടീഷനെ നമുക്ക് രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, Q1 ഡോട്ടും Q2 ഡോട്ടും. അതിൽ Q1 ഡോട്ട് എന്ന് പറയുന്നത് ക്ലോസ് ലെവൽ എ സിയുടെ പാർട്ടീഷനും Q2 ഡോട്ട് എന്ന് പറയുന്നത് ക്ലോസ് ലെവൽ സി ബിയുടെ പാർട്ടീഷനായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈ ഡയറക്റ്റ് കാൽക്കുലേഷൻ വി ക്യാൻ സീ ദാറ്റ് എസ് എഫ് ക്യൂ ഡോട്ട് ഈസ് ഈക്വൽ ടു എസ് എഫ് Q1 ഡോട്ട് പ്ലസ് എസ് എഫ് Q2 ഡോട്ട്. ഓക്കെ, ആൻഡ് ഹെൻസ് മോഡുലസ് ഓഫ് എസ് എഫ് ക്യൂ ഡോട്ട് മൈനസ് L1 പ്ലസ് L2 ഈസ് ഈക്വൽ ടു എസ് എഫ് ക്യൂ ഡോട്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, അതെന്താണെന്ന് റീപ്ലേസ് ചെയ്തിട്ട് മൈനസ് L1 മൈനസ് L2 എന്ന് എഴുതി. എന്നിട്ട് മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഓരോ ടേംസും ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണ്. കാരണം നമ്മൾ നോം ക്യൂ ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോം Q1 ഡോട്ടും ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു Δ1. ആൻഡ് നോം Q2 ഡോട്ട് ഈസ് ലെസ് ദാൻ ഡെൽറ്റ, which is less than or equal to Δ2 also. And using equation 2 we can see that this is less than epsilon by 3 plus epsilon by 3, which is less than epsilon. Okay, അതായത് modulus of SFQ dot minus L1 plus L2 is less than epsilon for any tagged partition Q dot with the norm less than delta, means F is an element of RAB by Cauchy criterion. Cauchy criterion അല്ല, ബൈ ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ്. എഫ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് RAB എന്ന് എഴുതാം. ആൻഡ് ഇൻ്റഗ്രൽ വാല്യൂ ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 എന്ന് എഴുതാം. ഓക്കെ, നൗ കേസ് 2. ഇഫ് സി ഈസ് നോട്ട് എ പാർട്ടീഷൻ പോയിൻ്റ് ഓഫ് ക്യൂ നോട്ട്, ക്യൂ നോട്ടിൻ്റെ പാർട്ടീഷൻ പോയിൻ്റ് അല്ലാതെ സി വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് പ്രൂഫ് നോക്കാം. ലെറ്റ് ക്യൂ ഡോട്ട് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെയേഴ്സ് ഓഫ് xy മൈനസ് 1 xy, ti I equal to 1 to m with a tagged partition we have chosen. Then സി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടീഷൻ പോയിൻ്റ് അല്ല എന്നാണ് പറഞ്ഞത്. സോ ഈ സി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ് ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ അതായത് ഒരു kth സബ് ഇൻ്റർവെൽ ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്, അതാണ് പറഞ്ഞത്. ദെൻ വി ക്യാൻ ഫൈൻഡ് k ലെസ് ദാൻ ഓർ ഈക്വൽ ടു m സച്ച് ദാറ്റ് സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ xk മൈനസ് 1 xk. അപ്പോൾ kth സബ് ഇൻ്റർവെലിൻ്റെ ഉള്ളിലാണ് സി പെട്ടിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ Q1 ഡോട്ട് Q2 ഡോട്ട് എന്ന് പറയുന്ന രണ്ട് പാർട്ടീഷൻസ് ക്ലോസ് ലെവൽ എ സിക്കും ക്ലോസ് ലെവൽ സി ബിക്കും കൊടുക്കാൻ പോവാണ് യൂസിങ് ദിസ് ക്യൂ ഡോട്ട്. ഓക്കെ, Q1 ഡോട്ട് എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ kth സബ് ഇൻ്റർവെൽ വരെ ഒക്കെ ക്യൂ ഡോട്ടിൻ്റെ പോലെ തന്നെ നമ്മൾ എഴുതുന്നു. എന്നിട്ട് ലാസ്റ്റ് ഇൻ്റർവെല്ലായിട്ട്, അതായത് kth ഇൻ്റർവെല്ലായിട്ട് Q1 ഡോട്ടിൽ നമ്മൾ എഴുതുന്നത് ക്ലോസ് ഇൻ്റർവെൽ xk മൈനസ് 1 സിയും അവിടുത്തെ ടാഗായിട്ട് എടുക്കുന്നത്
സി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് Q1 ഡോട്ടായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ Q1 ഡോട്ട് ക്ലോസ് ഇൻ്റർവൽ എ സിയുടെ ഒരു ടാഗ്ഡ് പാർട്ടീഷനാണ്. ഓക്കെ, ഇതേപോലെ Q2 ഡോട്ട് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ഇൻ്റർവൽ സി ബിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ ഇൻ്റർവെല്ലിൽ മാത്രമാണ് നമ്മൾ മാറ്റം വരുത്തുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ Q ഡോട്ടിൻ്റെ പോലെ തന്നെ എഴുതുന്നത്. ആദ്യത്തെ ഇൻ്റർവെല്ലിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ക്ലോസ് ഇൻ്റർവൽ സി കോമ എക്സ് കെ വിത്ത് ടാഗ് സി തന്നെ. ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ Q ഡോട്ടിൻ്റെ പോലെ എഴുതുന്നു. ഓക്കെ, സോ ദിസ് വിൽ ബി എ ടാഗ്ഡ് പാർട്ടീഷൻ ഫോർ ക്ലോസ് ഇൻ്റർവൽ സി ബി. അങ്ങനെയാണെങ്കിൽ ലെറ്റ് വി ചെക്ക് എസ് എഫ് ക്യൂ ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ വൺ ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ടു ഡോട്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡയറക്റ്റ് കാൽക്കുലേഷൻ വി ക്യാൻ സീ ദാറ്റ് കേത്ത് ടേംസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, കാരണം Q1 ഡോട്ടിൽ ആ കേത്ത് ഇൻ്റർവെൽ ഒഴിച്ച് ബാക്കിയെല്ലാം Q ഡോട്ടിൻ്റെ പോലെയാണെന്ന് പറഞ്ഞു. അതുപോലെ Q2 ഡോട്ടിൽ ആദ്യത്തെ കേത്ത് പ്ലേസിൽ നിൽക്കുന്നത് ആദ്യത്തെ പ്ലേസിൽ നിൽക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം Q ഡോട്ടിൻ്റെ അകത്തായിട്ട് സെയിം ആയതുകൊണ്ട് എല്ലാ ടേംസും ക്യാൻസലായി പോയിട്ട് ഈ 3 റീമാൻ സംസിൻ്റെയും ഓരോ ടേമുകൾ മാത്രമാണ് ബാക്കി നിൽക്കുള്ളൂ. അതാണ് എഴുതിയിട്ടുള്ളത്. എസ് എഫ് ക്യൂ ഡോട്ടിൽ ബാക്കി നിൽക്കുന്നത് എഫ് ഓഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1 ആയിരിക്കും. മൈനസ് എസ് എഫ് ക്യൂ 1 ഡോട്ടിൽ ബാക്കി നിൽക്കുന്നത് എഫ് ഓഫ് സി ഇൻറ്റു സി മൈനസ് എക്സ് കെ മൈനസ് 1 ആൻഡ് എസ് എഫ് ക്യൂ ഡോട്ടിൽ ബാക്കി നിൽക്കുന്നത് മൈനസ് എഫ് ഓഫ് സി ഇൻറ്റു എക്സ് കെ മൈനസ് സി. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി കെ മൈനസ് എഫ് ഓഫ് സി ഇൻറ്റു എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1. സോ വി ആർ ടേക്കിംഗ് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്സ്. വി ഗെറ്റ് ദിസ് ഇസ് ലെസ് ദാൻ മോഡ് this is equal to mod f of tk minus f of c into xk minus xk minus 1. Okay, and this is less than 2m delta using equation 3. കാരണം equation 3ൽ നമ്മൾ ഫംഗ്ഷൻ ബൗണ്ടഡ് ആയതുകൊണ്ട് mod f of x less than or equal to m എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം നമുക്കിവിടെ ഓരോ ക്വാണ്ടിറ്റിയും ലെസ് ദാൻ എം പ്ലസ് എം എന്ന് എഴുതാം. പിന്നെ നോം ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1 ലെസ് ദാൻ ഡെൽറ്റ എന്നും കാണിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ലെസ് ദാൻ 2m ഡെൽറ്റ എന്ന് കിട്ടും. ഇനി ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ ബൈ 6m ആയിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ ഈക്വൽ ടു എപ്സിലോൺ ബൈ 3 എന്ന് കിട്ടും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 4. നൗ വി ആർ കൺസിഡറിങ് മോഡുലസ് ഓഫ് എസ് എഫ് ക്യൂ ഡോട്ട് മൈനസ് L1 പ്ലസ് L2. ഇതിൽ നമ്മൾ എസ് എഫ് ക്യൂ 1 ഡോട്ടും എസ് എഫ് ക്യൂ 2 ഡോട്ടും ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, എന്നിട്ട് മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും using equation 2 and 4 we can see that each quantity is less than epsilon by 3, so we get less than epsilon. ഓക്കെ, കാരണം നോം ക്യൂ ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ എടുത്തത് കൊണ്ട് നോം Q1 ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ 1, ആൻഡ് നോം ക്യൂ ഡോട്ട് ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ 2. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എസ് ഓഫ് ക്യൂ ഡോട്ട് മൈനസ് L1 പ്ലസ് L2 ഈസ് ലെസ് ദാൻ എപ്സിലോൺ for all partitions Q dot of AB with the norm less than delta, means f is an element of RAB and integral A to B f is equal to L1 plus L2 here also. അപ്പോൾ രണ്ട് കേസിൽ നമുക്ക് കിട്ടിയത് എഫ് ആർ എ ബിയിൽ ഉണ്ടെന്നും ഇൻ്റഗ്രൽ A to B f എന്ന് പറയുന്നത് L1 plus L2 ആണെന്നുമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ A to C f പ്ലസ് L2 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ C to B f. ഓക്കെ, ദിസ് ഇസ് ദ additivity theorem. Next we have first corollary. If f element of RAB and if closed interval CD is a subset of closed interval AB, then the restriction of f to closed interval CD is in RCD. Okay, അതായത് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എ ബിയിൽ, എ ബിയുടെ ഒരു സബ്സെറ്റാണ് ക്ലോസ് ഇൻ്റർവൽ സി ഡി എങ്കിൽ ക്ലോസ് ഇൻ്റർവൽ സി ഡിയിലും എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും, ആ റെസ്ട്രിക്ഷൻ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും എന്നാണ് പറയേണ്ടത്. അപ്പോൾ സപ്പോസ് എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി ആൻഡ് ക്ലോസ് ഇൻ്റർവൽ സി ഡി സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം സീനെ കൺസിഡർ ചെയ്യാണ്. സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി ക്ലിയർലി. സോ ബൈ അഡിറ്റിവിറ്റി തിയറം നമുക്ക് എന്ത് പറയാം? എഫ് ആർ എ സിയിലുണ്ടെന്നും ആൻഡ് എഫ് ആർ സി ബിയിലുണ്ടെന്നും പറയാൻ പറ്റും. ഓക്കെ, ബൈ ദ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ദ അഡിറ്റിവിറ്റി തിയറം. അതേപോലെ ഇനി നമ്മൾ എഫ് ആർ എ സിയിൽ എഫ് ആർ സി ബിയിൽ ഉണ്ട് എന്നുള്ളത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സിയുടെയും ബിയുടെ ഇടയിലുള്ളൊരു പോയിൻ്റാണ് ഡി എന്ന് നമുക്കറിയാം. വീണ്ടും അഡിറ്റിവിറ്റി തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ആർ സി ഡിയിലുണ്ടെന്നും അതുപോലെ എഫ് ആർ ഡി ബിയിലിട്ടെന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എഫ് ആർ സി ഡിയിലുണ്ടെന്ന് പറയാനാണ്, അത് കിട്ടി. അപ്പോൾ എഫ് ആർ സി ഡിയിലുണ്ടെന്നുള്ളത് മനസ്സിലായി ഫോർ എനി closed interval CD subset of closed interval AB. So this is the proof. Now we have corollary 2, which is if f element of RAB and if
a equal to c naught less than c1 less than c2 etc less than cm equal to b, then the restriction of f to each subintervals ci minus 1 ci are Riemann integrable, and integral a to bf is equal to summation 1 to m integral ci minus 1 to ci f. ഓക്കെ, അപ്പോൾ എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. കുറേ പോയിൻറ്റ്സ് സി നോട്ട് സി വൺ സി ടു എക്സ്ട്രാ കുറേ പോയിൻറ്റ്സ് നമ്മൾ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എടുത്തു കഴിഞ്ഞാൽ ഓരോ സബ് ഇൻ്റർവൽ സി ഐ മൈനസ് 1 സി ഐയിലേക്കും ഫംഗ്ഷൻ്റെ റെസ്ട്രിക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കുമെന്നും ടോട്ടൽ ഇൻറ്റഗ്രലിനെ നമുക്ക് ആ ഓരോ സബ് ഇൻ്റർവെല്ലിലുള്ള ഇൻറ്റഗ്രലിൻ്റെ ടോട്ടൽ സമ്മായിട്ട് എഴുതാൻ പറ്റും എന്നുമാണ് ഈ കൊറോളറി പറയുന്നത്. ഓക്കെ, പ്രൂഫ് നോക്കാം. സപ്പോസ് എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി ആൻഡ് ഒരു ക്ലോസ് ലെവൽ ജനറലായിട്ട് നമ്മൾ ഇതാണ് ക്ലോസ് ലെവൽ സി ഐ മൈനസ് 1 സി ഐ സബ്സെറ്റ് ഓഫ് ക്ലോസ് ലെവൽ എ ബി ഫോർ ഐ ഈക്വൽ ടു 1 to m. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ കൊറോളറി പ്രകാരം നമുക്ക് എന്താ പറയാം, എഫിൻ്റെ റെസ്ട്രിക്ഷൻ ഓരോ സബ് ഇൻ്റർവെല്ലിലേക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ട് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി പ്രൂവ് ചെയ്യാനുള്ളത് ആ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂസ് രണ്ട് സൈഡും നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ for each I equal to 1 to etc m minus 1 we know f is an element of R close level ci minus 1 b. കാരണം ci minus 1 നമ്മളെടുത്ത പോയിൻറ്റ്സിൽ ഉള്ള പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ സി ഐ മൈനസ് 1ൻ്റെയും ബിൻ്റെയും ഇടയിലാണ് ആരിയിരിക്കുന്നത്, സി ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 to എക്സ്ട്രാ എം മൈനസ് 1ന് നമുക്ക് എന്ത് പറയാം, എഫ് ആർ സി ഐ മൈനസ് 1 ബിയിലുണ്ടെന്നും ആൻഡ് സി ഐ ഇവരുടെ ഇടയിലുള്ളൊരു പോയിൻ്റാണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ബൈ അഡിറ്റിവിറ്റി തിയറം നമുക്ക് ഇൻ്റഗ്രൽ സി ഐ മൈനസ് 1 ടു ബി എഫിന് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ഐ മൈനസ് 1 ടു സി ഐ എഫ് പ്ലസ് ഇൻ്റഗ്രൽ സി ഐ ടു ബി എഫ് എന്ന് എഴുതാൻ പറ്റും ഫോർ എവറി ഐ ഈക്വൽ ടു 1 to എക്സ്ട്രാ എം മൈനസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫിന് നമുക്ക് എങ്ങനെ എഴുതാം, എ എന്ന് പറഞ്ഞാൽ സി നോട്ടാണ്. അപ്പോൾ ഇൻ്റഗ്രൽ സി നോട്ട് ടു ബി എഫ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഐ 1 ആവുന്ന കേസാണ് വരുന്നത്. അപ്പോൾ ഐ ഈക്വൽ ടു 1 ആവുന്ന കേസ് ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി നോട്ട് ടു സി 1 എഫ് പ്ലസ് ഇൻ്റഗ്രൽ സി 1 ടു ബി എഫ് എന്ന് എഴുതാം. ഇനി ഇൻ്റഗ്രൽ സി 1 ടു ബി എഫിനെ നമുക്ക് ഇതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഭാഗത്തിന് മാത്രം ഇൻ്റഗ്രൽ സി 1 ടു സി 2 എഫ് പ്ലസ് ഇൻ്റഗ്രൽ സി 2 ടു ബി എഫ് എന്ന് എഴുതാം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ വി ഗെറ്റ് ദ റിക്വയർഡ് റിസൾട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m ഇൻ്റഗ്രൽ സി ഐ മൈനസ് 1 ടു സി ഐ എഫ്. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രൂഫ് ഓഫ് ദ കൊറോളറി. നെക്സ്റ്റ് വി ഹാവ് വൺ മോർ തിയറം. If f element of RAB and if alpha, beta, gamma are 3 points in closed level AB, then integral alpha to beta f is equal to integral alpha to gamma f plus integral gamma to beta f. Okay, so function Riemann integrable ആണെങ്കിൽ ഏത് 3 പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ആൽഫ ടു ഗാമ പ്ലസ് ഇൻ്റഗ്രൽ ഗാമ ടു ബീറ്റയോട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട്. എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ ആൽഫയും ബീറ്റയും 2 പോയിൻറ്റ്സ് എടുത്തു വിത്ത് ആൽഫ ലെസ് ദാൻ ബീറ്റ ആണെങ്കിൽ ഇൻ്റഗ്രൽ ബീറ്റ ടു ആൽഫേനെ നമുക്ക് മൈനസ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എന്ന് എഴുതാം ആൻഡ് ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, നൗ സപ്പോസ് എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി ആൻഡ് ആൽഫ ബീറ്റ ഗാമ എലമെൻറ്റ് ഓഫ് ക്ലോസ് ലെവൽ എ ബി. ഇതിൽ ഏതെങ്കിലും രണ്ടുപേര് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ട്രിവിയൽ ആയിട്ട് കിട്ടും. അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ആൽഫയും ബീറ്റയും ഈക്വൽ ആയാൽ നമുക്ക് രണ്ട് സൈഡും 0നോട് ഈക്വൽ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ ബീറ്റ ഈക്വൽ ടു ഗാമ ആയാലും ആൽഫ ഈക്വൽ ടു ഗാമ ആയാലും നമുക്ക് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദ റിസൾട്ട് ഈസ് ട്രൂ when any two of these three numbers are equal. Okay, now suppose these three numbers alpha, beta, gamma are distinct numbers in closed level AB. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു നൊട്ടേഷൻ കൊടുക്കുകയാണ്. എൽ ഓഫ് ആൽഫ ബീറ്റ ഗാമ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ പ്ലസ് ഇൻ്റഗ്രൽ ബീറ്റ ടു ഗാമ പ്ലസ് ഇൻ്റഗ്രൽ ഗാമ ടു ആൽഫ. ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷനാണ് നമ്മളവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലിയർലി എൽ ആൽഫ ബീറ്റ ഗാമ ഇസ് ഈക്വൽ ടു എൽ ബീറ്റ ഗാമ ആൽഫ ഇസ് ഈക്വൽ ടു എൽ ഗാമ ആൽഫ ബീറ്റ എന്നുള്ളതും കാണാൻ പറ്റും. അതായത് സൈക്ലിക്കായിട്ട് അവരൊന്ന് റൊട്ടേഷൻ പെർമിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ഇതിനോട് ഈക്വലായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ആരെങ്കിലും രണ്ടുപേര് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ദാറ്റ് ഈസ് എൽ ആൽഫ ബീറ്റ ഗാമയിൽ ബീറ്റയും ആൽഫയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് എൽ ബീറ്റ ആൽഫ ഗാമ. അതെന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എൽ ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ ആ ഓർഡറിങ്ങിൽ ആൽഫയും ബീറ്റയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് സൈൻ
വെച്ചിട്ടുള്ള എൽ ആൽഫ ബീറ്റ ഗാമയാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് എൽ ആൽഫ ഗാമ ബീറ്റ, അതായത് ബീറ്റയും ഗാമയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും, അതുപോലെ എൽ ഗാമ ബീറ്റ ആൽഫ, ആൽഫയും ഗാമയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത് മൈനസ് ഓഫ് എൽ ആൽഫ ബീറ്റ ഗാമ തന്നെയാണ്. ഓക്കെ, സോ നൗ സപ്പോസ് ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ഗാമ, അങ്ങനെയാണെങ്കിൽ ബീറ്റ ആൽഫയുടെയും ഗാമയുടെ ഇടയിലുള്ളൊരു പോയിൻ്റാണ്. ആൻഡ് ബൈ അഡിറ്റിവിറ്റി തിയറം വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ ആൽഫ ടു ഗാമ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ plus integral beta to gamma. Okay, therefore if we check L alpha beta gamma, we can see that this is equal to 0. ഓക്കെ, അതായത് ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ഗാമ ആണെങ്കിൽ എൽ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് 0 ആയിട്ട് കാണാം. ഇതുപോലെ നമ്മൾ വേറൊരു പെർമ്യൂട്ടേഷൻ ചൂസ് ചെയ്യാണ്, ബീറ്റ ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ഗാമ. അങ്ങനെയാണെങ്കിൽ അഗൈൻ ബൈ അഡിറ്റിവിറ്റി തിയറം നമുക്ക് ഇൻ്റഗ്രൽ ബീറ്റ ടു ഗാമ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ബീറ്റ ടു ആൽഫ പ്ലസ് ഇൻ്റഗ്രൽ ആൽഫ ടു ഗാമ എന്ന് എഴുതാം. അഗൈൻ ഇഫ് വി ചെക്ക് എൽ ആൽഫ ബീറ്റ ഗാമ, വി ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഓൾസോ. സോ നമ്മൾ ആൽഫ ബീറ്റ ഗാമയുടെ കിട്ടാവുന്ന 6 കോൺഫിഗറേഷൻസ് എങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എൽ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് 0 ആയിട്ട് തന്നെയാണ് ഇൻ എനി കേസ് കിട്ടുന്നത്. അപ്പോൾ എൽ ആൽഫ ബീറ്റ ഗാമ 0 ആയതുകൊണ്ട് മൈനസ് ഓഫ് എൽ ആൽഫ ബീറ്റ ഗാമ ആയാലും 0 ആണ് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 കേസ് അല്ലാതെ ഇവർക്ക് വാല്യൂസ് എടുക്കാനായിട്ട് പറ്റില്ല. സോ ഓൾ വാല്യൂസ് ആർ ഈക്വൽ ടു 0. ദിസ് മീൻസ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ പ്ലസ് ഇൻ്റഗ്രൽ ബീറ്റ ടു ഗാമ പ്ലസ് ഇൻ്റഗ്രൽ ഗാമ ടു ആൽഫ ഈസ് ഈക്വൽ ടു 0, which means integral alpha to beta is equal to integral alpha to gamma plus integral gamma to beta as we require. Okay, so this is the proof of this theorem. Thank you.